ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം. വാർഷികാഘോഷങ്ങളുടെയും എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെയും സംസ്ഥാന ഉദ്ഘാടനം ഇന്ന് രാവിലെ 10-ന് കാസർഗോഡ് കാലിക്കടവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 11-ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ ജില്ലയിലെ ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിക്കും. വൈകിട്ട് 4-ന് കാഞ്ഞങ്ങാട് LDF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മെയ് 30 വരെയാണ് വാർഷികാഘോഷം. എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗവും പ്രദർശന വിപണന മേളയും ഉണ്ടാകും. തിരുവനന്തപുരത്താണ് സമാപനം. തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തിയുള്ള വൻ പ്രചരണ പരിപാടികളുടെ തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് 100 കോടിയിലേറെ ചെലവ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലെ വാർഷികാഘോഷം സർക്കാരിന്റെ തൂർത്തെന്ന് പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാർഷികാഘോഷങ്ങൾ സഹകരിക്കുന്നില്ല. 9 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ ലഘുലേഖ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്നത് കേരളത്തിലാണെന്നും ലഘുലേഖയിൽ പറയുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ലഘുലേഖ പുറത്തിറക്കിയത്. 2 പേജുള്ള ലഘുലേഖയ്ക്ക് പുറമെ 108 പേജുള്ള വിശദമായ വിവരങ്ങളുമായുള്ള ഒരു ബുക്ക്ലെറ്റും തയ്യാറാക്കിയിട്ടുമുണ്ട്. 16 വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖല നടപ്പാക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നേതാവാകാൻ അല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ സൃഷ്ടിക്കാനാണ് താൻ വന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയുടെ ജില്ലാ ഓഫീസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിക്കുമെന്നും അവിടെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള സ്ഥലമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP തിരുവനന്തപുരം ജില്ലാ സൗത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരു പ്രശ്നവുമില്ലെന്ന് KC വേണുഗോപാൽ. സ്ഥാനാർത്ഥിയാകാൻ താൽപ്പര്യമുള്ള ചിലരുടെ ആഗ്രഹത്തെ ഊതിവീർപ്പിച്ച് കോൺഗ്രസിൽ ഭിന്നതയാണെന്ന് വരുത്തീർക്കുകയാണെന്നും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയായാലും UDF ജയിക്കുമെന്നും പാർട്ടിയിൽ തർക്കങ്ങളില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത്. പാർട്ടിയും മുന്നണിയും നേരത്തെ സജീവമാണ്. PV അൻവറിന്റെ പിന്തുണ UDFന് കിട്ടും. പാർട്ടിയിലെ പിണക്കളെല്ലാം തീർന്നുവെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധിയില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. PV അൻവറിനെ UDFിൽ എടുക്കുന്നതോട് എതിർപ്പില്ലെങ്കിൽ അതിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കേണ്ടതില്ലെന്ന് തീരുമാനമായി കോൺഗ്രസ്. ദേശീയതലത്തിൽ കോൺഗ്രസുമായി യോജിച്ചു നിൽക്കാത്ത തൃണമൂലുമായി സംസ്ഥാനത്ത് കൈകോർക്കാനാവില്ലെന്ന് ദേശീയതലത്തിന്റെ നിലപാട് കണക്കിലെടുക്കാണ് ഇത്. കേരള ഹൈക്കോടതിയിലേക്ക് 2 വനിതാ അഭിഭാഷകരെ ജഡ്ജിമാരെ നിയമിക്കാനുള്ള ഹൈക്കോടതി കൊളീജിയം ശുപാർശയിൽ തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് നിയമ മന്ത്രാലയ വൃത്തങ്ങൾ. സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകൻ ലിസ് മാത്യു, കേരള ഹൈക്കോടതിയിലെ അഭിഭാഷക AK പ്രീത എന്നിവരുടെ പേരുകളാണ് ഹൈക്കോടതി കൊളീജിയം ശുപാർശ ചെയ്തത് എന്നാണ് സൂചനകൾ. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതികളെ ചേർക്കാൻ കഴിയുമോ എന്നതിൽ പോലീസ് നിയമോപദേശം തേടും. അക്രമം നടത്താൻ ആഹ്വാനം നടത്തിയവരിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് നിയമോപദേശം തേടാനുള്ള നീക്കം. കേസിൽ മെയ് അവസാനത്തോടെയാണ് കുറ്റപത്രം സമർപ്പിക്കുക. കൊലപാതകത്തിൽ മുതിർന്നവരുടെ പങ്കിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു. സതീഷിനെ CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. DYFI മുൻ സംസ്ഥാന പ്രസിഡന്റായ സതീഷ് നിലവിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ആണ്. ADGP MR അജിത്കുമാർ വീണ്ടും വിശിഷ്ട സേവനത്തിന് ശുപാർശ. DGPയാണ് രാഷ്ട്രപതിയുടെ മെഡലിനായി സർക്കാരിന് 6ാം തവണയും ശുപാർശ നൽകിയത്. നേരത്തെ 5 തവണയും രാഷ്ട്രപതി മെഡലിനുള്ള ശുപാർശ കേന്ദ്രം തള്ളിയിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അജിത്കുമാറിനെതിരായ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രം മെഡൽ നിരസിച്ചത്. മാലാപർവതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയും. മാലാപർവതി അവസരവാദിയാണെന്ന് രഞ്ജിനി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. മാലാപർവതിയോട് പുച്ഛം തോന്നുന്നുവെന്നും ഇതാണോ മാലാപർവതിയുടെ സ്ത്രീ ശാക്തീകരണമെന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു. ലൈംഗികതകളെ ലളിതവൽക്കരിച്ചുകൊണ്ടുള്ള മാലാപർവതിയുടെ പരാമർശത്തിനെതിരെയാണ് ഇരുവരും രംഗത്തെത്തിയത്. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുമോ, അവിടെ വരുമോ, ഇവിടെ വരുമോ എന്നെല്ലാം ചോദിക്കും. ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണ് എന്നായിരുന്നു മാലാപർവതി പറഞ്ഞത്. കളക്ടർ ദിവ്യ S. അയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല കമന്റിട്ട ദളിത് നേതാവിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ദളിത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി K. പ്രഭാകരനെയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. ദിവ്യ S. അയ്യർ K. രാകേഷിനെ പുകഴ്ത്തി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന് താഴെയാണ് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി TK പ്രഭാകരൻ അശ്ലീല പരാമർശം നടത്തിയത്. പാലക്കാട് MLA രാഹുൽ മാങ്കോട്ടിനെതിരെ പരാതി നൽകി BJPയുടെ ഈസ്റ്റർ സന്ദർശനത്തിനുള്ള രാഹുലിന്റെ പ്രതികരണമാണ് പരാതിയിലേക്ക്
നയിച്ചത്. മണിപ്പൂരിലെ പോലെ പിച്ചാത്തിയുമായി അരമനയിൽ കയറി ചെല്ലാതിരുന്നാൽ മതിയെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. തുടർന്ന് BJP പാലക്കാട് മണ്ഡലം കമ്മിറ്റിയാണ് സൗത്ത് പോലീസിൽ പരാതി നൽകിയത്. സിനിമാ സെറ്റിൽ നടൻ ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തി നടി വിൻസിക്ക് പൂർണ്ണ പിന്തുണയുമായി മന്ത്രി MP രാജേഷ്. വിൻസിയുമായി ഇന്നലെ സംസാരിച്ചുവെന്ന് MP രാജേഷ് പറഞ്ഞു. അന്വേഷണ നടപടികളുമായി സഹകരിക്കുമെന്നും വിൻസി പറഞ്ഞു. തുറന്നു പറഞ്ഞതിന് സിനിമകൾ പ്രവർത്തകർ ഒറ്റപ്പെടുത്തുന്ന പ്രവണത ശരിയല്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന് ഷൈൻ ടോം ചാക്കോ പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന്, എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്ന് ഷൈനിന്റെ മൊഴി. പരിശോധനയിൽ ശക്തമായോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകൾ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ ഇന്ന് ഹാജരാകേണ്ടെന്ന് പോലീസ് മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം ഇനി ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിച്ചാൽ മതിയെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈസ്റ്റർ ദിനത്തിൽ മത മേലധ്യക്ഷന്മാരെ BJP നേതാക്കൾ സന്ദർശിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, CBCI അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തിനെയും കണ്ടു. കാസർഗോഡ് പാലക്കുന്ന് കോളേജിലെ BCA 6ാം സെമസ്റ്റർ പരീക്ഷ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഗ്രീൻവുഡ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് P. അജീഷിനെ സസ്പെൻഡ് ചെയ്തു. ബേക്കൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് മാനേവിന്റെ നടപടി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാനേവിന്റ് അറിയിച്ചു. ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി തീർന്നെന്നും മറ്റും പിഴ ചുമത്തില്ലെന്ന തരത്തിൽ വന്ന വാർത്ത തെറ്റെന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാതരം മോട്ടോർ വാഹന നിയമനങ്ങൾക്കും ഈ ചലാൻ സംവിധാനം മുഖേന ചെല്ലാൻ തയ്യാറാക്കി പിഴ ചുമത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്നും MVD അറിയിച്ചു. തമിഴ്നാട് വിഴുപ്പുറത്ത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തുറന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആളില്ല. പ്രബല ജാതിക്കാരെ ഭയന്ന് ക്ഷേത്രത്തിലേക്ക് ഇല്ലെന്ന് ആണ് ദളിതർ പറയുന്നത്. പ്രബല ജാതിക്കാർ ശുദ്ധികലശം നടത്താൻ ദർശനം തയ്യാറല്ലെന്ന നിലപാടിലാണ്. 2023 ജൂണിൽ ദളിതർ അകത്ത് കടന്നതിനെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ പിന്നാലെയാണ് ജില്ലാ ഭരണകൂടം അടച്ചുപൂട്ടിയ ക്ഷേത്രം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വൻ സുരക്ഷയിൽ വ്യാഴാഴ്ചയാണ് തുറന്നത്. ഹിന്ദുക്കൾക്കിടയിലെ ജാതി വേർതിരിവ് അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവുമായി RS തലവൻ മോഹൻ ഭാഗവത്. ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ വന്ന കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ വീണ്ടും വഴിത്തിരിവ്. യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ പണം നിറച്ച ചാക്ക് ഉണ്ടായിരുന്നുവെന്നും ദില്ലി പോലീസ് അഗ്നിശമന അംഗങ്ങൾ മൊഴി നൽകി. നേരത്തെ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ വാർത്ത വിവാദമായോടെ പണം കിട്ടിയില്ലെന്ന് വ്യക്തമാക്കി ഫയർഫോഴ്സ് രംഗത്ത് വന്നിരുന്നു. സുപ്രീംകോടതിക്കെതിരെ BJP MPമാർ നടത്തിയ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞു നേതൃത്വം. സുപ്രീംകോടതിക്ക് ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്നയ്ക്കുമെതിരെ BJP നേതാക്കളായ നിഷ്കാന്ത് ദുബെ, ദിനേശ് ശർമ്മ എന്നിവർ നടത്തിയ പരാമർശങ്ങളാണ് BJP തള്ളിയത്. തുടർച്ചയായ മഴയ്ക്ക് പിന്നാലെ ജമ്മു കാശ്മീരിൽ കനത്ത മണ്ണിടിച്ചിൽ 3 പേർ മരിച്ചു. നിരവധി വീടുകളും വാഹനങ്ങളും മണ്ണിടിച്ചിൽ നശിച്ചു. ജമ്മു കാശ്മീർ ശ്രീനഗർ ദേശീയപാതയിൽ റബാൻ ജില്ലയിലാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. ആന്ധ്രയിലെ സത്യസായി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കിയ മോട്ടോഴ്സിന്റെ പെനുകൊണ്ട നിർമ്മാണ കേന്ദ്രത്തിൽ 900 എഞ്ചിനുകൾ മോഷണം പോയ സംഭവത്തിൽ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിനെ പിന്തുണച്ച് DMK രംഗത്ത്. BJP അറസ്റ്റ് നേതാക്കെതിരെ വിവാദ പരാമർശമായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കർണാടകയിലെ മുൻ പോലീസ് മേധാവി ഓം പ്രകാശിനെ ബാംഗ്ലൂരിലെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിൽ പരിക്കുകളുണ്ടെന്നും മൃതദേഹം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിലയിൽ വരുന്നെന്നും പോലീസ് അറിയിച്ചു. അതേസമയം സംഭവത്തിൽ ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവിയും മകൾ കൃതിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല നടത്തിയത് ഭാര്യ പല്ലവിയും മകളും ചേർന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലയ്ക്ക് കാരണം സ്വത്ത് തർക്കമാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് കുടുംബത്തോടൊപ്പം ദില്ലിയിൽ എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന 3 ദിവസത്തേക്കാണ് വാൻസ് ഇന്ത്യയിൽ എത്തുന്നത്. ഈ ഇന്ത്യൻ സന്ദർശനത്തിന്റെ പ്രധാന ശ്രദ്ധ സാംസ്കാരിക പരിപാടികളും ജയ്പൂരിലെയും ആഗ്രയിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുള്ള സന്ദർശനങ്ങളും ആയിരിക്കും. IPL ഇന്നലെ നടന്ന 1ാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 7 വിക്കറ്റ് തകർത്തു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബാംഗ്ലൂരു 71 റൺസ് എടുത്ത വിരാട് കോഹ്ലിയും 60 റൺസ് എടുത്ത ദേവദത്ത് പടിക്കലിന്റെയും മികവിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലിറങ്ങി. ഈ വിജയത്തോടെ 8 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി ബാംഗ്ലൂരു പട്ടികയിൽ 3ാമത് എത്തി. IPL ഇന്നലെ നടന്ന 2ാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 9 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.